Hi all, welcome to TOES Academy. So നമ്മൾ ഇന്ന് CTET 2024 നോട്ടിഫിക്കേഷൻ ഓൾറെഡി കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. ജൂലൈ മാസത്തിലാണ് നമ്മുടെ ഈ ഒരു എക്സാം വരുന്നത് അല്ലേ? അപ്പോൾ ഈ ഓൺലൈൻ ആയിട്ട് നമ്മുടെ ടോസ് അക്കാഡമിയിൽ CTET-നുള്ള ഒരു ക്രാഷ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം ഇവിടെ ക്ലാസ്സുകളെല്ലാം റെക്കോർഡഡ് ക്ലാസ്സുകളായിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. നോട്ട്സ് നിങ്ങൾക്ക് പ്രിന്റബിൾ ആയിരിക്കും, PDF നോട്ട്സ് അവൈലബിൾ ആക്കുന്നുണ്ടായിരിക്കും. റെഗുലർ ആയിട്ട് നമ്മൾ മോക്ക് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഉണ്ടായിരിക്കും. ടീച്ചേഴ്സിന്റെ എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം. നമ്മൾ നിങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഗൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ടോസ് അക്കാഡമിയുടെ ആപ്പ് വഴിയായിരിക്കും നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. സാധാരണ ഒരു കോഴ്സ് പോലെ അല്ലെങ്കിൽ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പോലെ നമ്മളൊരു കോഴ്സ് പർച്ചേസ് ചെയ്യുന്നു, പിന്നെ ഫാക്കൽറ്റീസുമായിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിലല്ല. നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ കാണേണ്ട ക്ലാസ്സുകൾ നിങ്ങൾക്ക് അസൈൻ ചെയ്യുകയും നിങ്ങളുടെ ഓരോ ദിവസത്തെ കാര്യങ്ങളും വർക്കുകൾ നമ്മൾ തരികയും നിങ്ങൾ കംപ്ലീറ്റ്ലി ഒരു കോഴ്സ് കഴിയുന്നത് വരെ നിങ്ങൾ ഓരോ ദിവസവും നമ്മൾ ലീഡ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ടോസ് അക്കാഡമിയിൽ മറ്റ് കോഴ്സുകൾക്ക് ജോയിൻ ചെയ്തിട്ടുള്ളവർക്ക് അറിയാം എത്രത്തോളം ഇഫക്റ്റീവ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പോക്കറ്റ് ഫ്രണ്ട്ലി ആണ്, അതായത് നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്ന ഒരു ഫീ സ്ട്രക്ചറിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് അറിയാം CTET എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ് കണ്ടക്ട് ചെയ്യുന്ന ടീച്ചിങ് എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്. കേന്ദ്രീയ വിദ്യാലയങ്ങളിലേക്ക്, നവോദയ വിദ്യാലയങ്ങളിലേക്കൊക്കെ പഠിപ്പിക്കാനുള്ള അവസരം കൂടിയാണ് ഈ ഒരു CTET ക്വാളിഫിക്കേഷൻ കിട്ടുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് അല്ലെ. അപ്പൊ താല്പര്യമുള്ളവര് 7510155485 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സയൻസിന്റെ സിലബസ് അനാലിസിസ് ആണ്, CTET സയൻസിന്റെ സിലബസ് അനാലിസിസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സയൻസ് എന്ന് പറയുന്ന ടോപ്പിക് പേപ്പർ 2-ലാണ് വരുന്നത് അല്ലെ. നിങ്ങൾക്ക് അറിയായിരിക്കും ഈ CTET-ന് നമുക്ക് പേപ്പർ 1 ആൻഡ് പേപ്പർ 2 ആണുള്ളത്. പേപ്പർ 1 to 5th സ്റ്റാൻഡേർഡ് വരെ പഠിപ്പിക്കാനും പേപ്പർ 2 എന്ന് പറയുന്നത് 6 to 8th സ്റ്റാൻഡേർഡ് വരെ പഠിപ്പിക്കാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ പേപ്പർ 2 എന്ന് പറഞ്ഞ BEd കഴിഞ്ഞവർക്കാണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾ നോക്കുക, ഇവിടെ 150 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതില് 30 മാർക്ക് CDP, 60 മാർക്ക് മാത്സ് ആൻഡ് സയൻസ്. ഈ 60 മാർക്കിൽ 30 മാർക്കാണ് സയൻസിന് വരുന്നത് ആൻഡ് വേറൊരു 30 മാർക്ക് വരുന്നത് മാത്സ്. അങ്ങനെ ഇത് രണ്ടും കൂടെ കൂടിയിട്ടാണ് 60 മാർക്ക് വരുന്നത്. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. സയൻസ് 30 മാർക്കാണ്, മാത്സ് 30 മാർക്കാണ്, ഓവറോൾ അവിടെ 60 മാർക്ക് വരും. എന്നാൽ ഇതിന് പകരം ആർട്സ് സബ്ജക്ട് എടുത്ത് പഠിച്ചവർക്ക് സോഷ്യൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് എടുക്കാം. പൊതുവെ നമുക്ക് ഏത് വേണേലും ചൂസ് ചെയ്യാം. അതിനകത്ത് സോഷ്യൽ സ്റ്റഡീസ് കൺവീനിയന്റ് ആയിട്ടുള്ളവർക്ക് അത് ചൂസ് ചെയ്യാം. അവിടെ അത് മൊത്തം സോഷ്യൽ സ്റ്റഡീസിന് 60 മാർക്ക്. ഇപ്പൊ മാത്സ് ആൻഡ് സയൻസ് എടുക്കുന്നവർക്ക് മാത്സ് 30, സയൻസ് 30, അങ്ങനെയാണ് 60 മാർക്ക് വരുന്നത്. ലാംഗ്വേജ് 1, ലാംഗ്വേജ് 2 രണ്ട് 30 മാർക്ക് വീതം. അങ്ങനെ ടോട്ടൽ 150 മാർക്കാണ് പേപ്പർ 2-ന് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ 150 മാർക്കിൽ 30 മാർക്ക് ഡീൽ ചെയ്യുന്ന എന്താണ്? സയൻസ് ആണ്. അപ്പൊ നമുക്ക് സയൻസിന്റെ സിലബസ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ബേസിക്കലി നമുക്ക് വേണ്ടത് 6ാം ക്ലാസ് മുതൽ ശ്രദ്ധിക്കുക, 6ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള NCERT-യുടെ കണ്ടന്റുകൾ, അതാണ് നമ്മൾ മെയിൻ ആയിട്ട് സയൻസ് പോർഷനിൽ നിന്ന് പഠിക്കേണ്ടത്. അതായത് 6 to 8 സയൻസ് പാർട്ടിൽ എന്തൊക്കെയാണോ NCERT ടെക്സ്റ്റ് ബുക്ക് ഡിസ്കസ് ചെയ്യുന്നത് അതിൽ നിന്നാണ് മെയിൻലി നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ സോഷ്യൽ എടുക്കുന്നവർക്ക് ആ 60 മാർക്കും 6 to 8 ഡീൽ ചെയ്യുന്ന NCERT-യിൽ വരുന്ന സോഷ്യൽ ഒക്കെ ആ ഒരു രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു സീനിയർ സെക്കൻഡറി സ്റ്റേജ് വരെയുള്ള ടോപ്പിക്കുകൾ, ആ ഒരു ബേസിക്കലി ടോപ്പിക് 6 മുതൽ 8 വരെ ആണെങ്കിലും ഡിഫിക്കൽട്ടി ലെവൽ ചിലപ്പോൾ ഒരു സീനിയർ സെക്കൻഡറി സ്റ്റേജ് വരെയൊക്കെ വരാം. എങ്കിൽ കൂടി അങ്ങനെയൊന്നും പൊതുവെ കാണാറില്ല. 6 മുതൽ 8 വരെയുള്ള ടോപ്പിക്കുകൾ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്കോർ നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ജസ്റ്റ് നമ്മുടെ അവരുടെ CTET അവരുടെ ഒരു എക്സാമിന്റെ നോട്ടിഫിക്കേഷനിലും കാര്യങ്ങളും ഒക്കെ മെൻഷൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത്. ഇനി നമുക്ക് അതിന്റെ സിലബസിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ നോക്കുക, ഈ 30 മാർക്ക് അല്ലെ, സയൻസിന് 30 മാർക്കാണെന്ന് പറഞ്ഞു. ആ 30-ൽ 20 മാർക്ക് സയൻസ് സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടും 10 മാർക്ക് പെഡഗോഗിക്കലാണ്. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കുക. ഇതിൽ വളരെ എളുപ്പമുള്ള ടോപ്പിക്കുകളാണ് ഫുഡ്, മെറ്റീരിയൽസ്, ദ വേൾഡ് ഓഫ് ദ ലിവിങ്,
moving things, people and ideas, how things work, natural phenomenon, natural resources. Natural resources, conventional resources, non-conventional resources ഒക്കെ പഠിക്കണം. Natural phenomena കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മൂവിങ് തിങ്സ്, പീപ്പിൾ ആൻഡ് ഐഡിയാസ്, എ വേൾഡ് ഓഫ് ലിവിങ് ആനിമൽസിനെ കുറിച്ചും ഇക്കോസിസ്റ്റത്തിനെ കുറിച്ചും ഒക്കെ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഡീൽ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരം ബേസിക് ആയിട്ടുള്ള ഒരു 8ാം ക്ലാസ് വരെ ഡീൽ ചെയ്യുന്ന സയൻസിൽ വരുന്ന ടോപ്പിക്കുകളാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഇനി പെഡഗോഗിയിലേക്ക് പോകുമ്പോൾ നേച്ചർ ആൻഡ് സ്ട്രക്ചർ ഓഫ് സയൻസ്, natural science or aims and objective, understanding and appreciating science, approaches or integrated approach, observation, experiment, discovery, method of science, innovations, text materials or aids, evaluation, cognitive, psychomotor, affective, problems, remedial teaching. Okay, അപ്പോൾ ഇതൊക്കെയാണ് പെഡഗോഗിക്കൽ ഇഷ്യൂസിൽ. ഇതൊന്നും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. സിലബസ് അനുസരിച്ച് വളരെ വ്യക്തമായിട്ട് ഓരോ ടോപ്പിക്കുകളും നമുക്ക് പഠിച്ചെടുക്കാവുന്നതാണ്. പുറമെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ബേസിലും കൂടെ നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്താൽ മതിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടന്റ് റിലേറ്റഡ് നമുക്ക് വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്തെടുക്കാൻ പറ്റും. പെഡഗോഗിക്കൽ ഇഷ്യൂസ് കുറച്ച് ഒരു സ്റ്റാൻഡേർഡ് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആ ഒരു മേഖലയിൽ നിന്ന് വരുന്നത്. പക്ഷെ നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്തെടുക്കാൻ പറ്റും. 6 മുതൽ 8 വരെയുള്ള NCERT നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ 20 മാർക്കിൽ നിന്ന് നമുക്ക് നല്ലൊരു ശതമാനം മാർക്ക് സ്കോർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ ഒരു ബേസിക് ആയിട്ടുള്ള സിലബസും കാര്യങ്ങളും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. 6 മുതൽ ബേസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മുതൽ 8 വരെയുള്ള NCERT ആണ്. NCERT. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. ദ ഫംഗ്ഷൻ ഓഫ് ഗിൽസ് ഇൻ ദ ഫിഷ് ഈസ് ടു. 4 ഓപ്ഷൻ നിങ്ങൾ നോക്കുക. അല്ലെ, ഗിൽസ് എന്ന് പറയുന്നത് ഫിഷിന് ഗിൽസിന്റെ ഫംഗ്ഷൻ എന്താണ്? അപ്പൊ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ആയി പോകും. ടേക്ക് ഇൻ ഓക്സിജൻ ഫ്രം എയർ, അബ്സോർബ് ന്യൂട്രിയൻസ് പ്രസന്റ് ഇൻ വാട്ടർ, അബ്സോർബ് ഡിസോൾവ്ഡ് ഓക്സിജൻ ഫ്രം വാട്ടർ, എക്സ്ക്രീറ്റ് വേസ്റ്റ് ഇൻ ടു വാട്ടർ. ഓക്കെ, the function of gills in the fish is to main ആയിട്ടുള്ള function എന്താണ്? To absorb the dissolved oxygen in the water. Okay, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. Which of the following can be used to complete an electric circuit if one runs out of connecting wire? അല്ലെ, ഒരു കണക്ഷൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് തിരിച്ച് കണക്ട് ചെയ്യണമെങ്കിൽ ഏത് മെറ്റീരിയൽ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്? A paper strip, a rubber belt, a wooden stick, a blade. അപ്പൊ ഇതിൽ ഏതാണ് കണ്ടക്ടിങ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അല്ലെ, പേപ്പർ കറണ്ടിനെ കണ്ടക്ട് ചെയ്യോ? ഇല്ല. റബ്ബർ ബെൽറ്റ് ചെയ്യില്ല, വുഡൻ സ്റ്റിക്ക് ചെയ്യില്ല, ബ്ലേഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അല്ലെ, അപ്പൊ തീർച്ചയായിട്ടും ബ്ലേഡ് എന്ന് പറയുന്നത് നമുക്ക് കണക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് സയൻസിൽ. അപ്പൊ ഞാൻ ആക്ച്വലി ഇന്നത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തത് നിങ്ങൾക്ക് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ, അല്ലെ, അല്ലെങ്കിൽ ഇത്രയും കാലം നമ്മൾ പഠിച്ചതിൽ വെച്ചിട്ട് ഒരു മിനിമം സെൻസ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുണ്ട്. ഈ ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് ഒരു പ്രിപ്പറേഷൻസ് കൂടാതെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അല്ലെ, അപ്പൊ ഇങ്ങനത്തെ മാത്രം ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല ഉണ്ടായിരിക്കുക. എന്താണോ വേണ്ടത്, നിങ്ങൾക്ക് എന്താണ് ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടത്, അതിനുള്ള ഒരു കോച്ചിങ് ആണ് നമ്മൾ ടൂൾസ് അക്കാഡമിയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെ അല്ലാതെ നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് ആയിട്ട് തന്നെ പഠിക്കണം. അങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് അറ്റൻഡ് ചെയ്ത് എക്സാമിന് കയറി വരാൻ പറ്റും. പ്രത്യേകിച്ച് സയൻസ് എന്ന് പറയുമ്പോൾ പേപ്പർ 2 എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ സിലബസ് ഓറിയന്റഡും ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അപ്പൊ EVS എന്ന് പറയുമ്പോൾ കുറച്ച് പേപ്പർ 1 എന്ന് പറയുമ്പോൾ കുറച്ചൊരു ജനറൽ ടൈപ്പ് ആണ്, നമുക്ക് എല്ലാത്തിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് വേണം. ഇവിടെ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് ആയിട്ട് തന്നെ നല്ലൊരു പ്രിപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ പേപ്പർ 2 നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ ടോസ് അക്കാഡമിയിൽ നമ്മൾ CTET-നുള്ള ഓൺലൈൻ ക്രാഷ് കോഴ്സ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ആപ്പ് വഴിയായിരിക്കും, ടോസ് അക്കാഡമിയുടെ ആപ്പ് വഴിയായിരിക്കും ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. വീഡിയോ ക്ലാസ്സുകൾ, PDF മെറ്റീരിയൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള സമയത്തിരുന്ന് ക്ലാസ്സുകൾ കാണാൻ പറ്റും. റെഗുലർ ആയിട്ട് മോക്ക് ടെസ്റ്റുകളും PYQ ഡിസ്കഷൻസും എല്ലാം ഉണ്ടായിരിക്കും. കംപ്ലീറ്റ് ഫാക്കൽറ്റി സപ്പോർട്ട് നിങ്ങൾക്ക് വൺസ് ഇവിടെ ജോയിൻ ചെയ്യുന്ന തൊട്ട് ഒരു എക്സാമിന് ശേഷം വരെ നിങ്ങൾക്ക് ഈ ഒരു ടീച്ചർ അല്ലെങ്കിൽ ഫാക്കൽറ്റി സപ്പോർട്ട് അവൈലബിൾ ആയിരിക്കും. ആൻഡ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെറിയൊരു കോഴ്സ് ഫീസിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ്
ഗെയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം താല്പര്യമുള്ളവരെല്ലാവരും 7510155485 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മികച്ച പരിശീലനം നേടി ടോസിലെ അധ്യാപകർക്കൊപ്പം നമുക്ക് ഈ ഒരു CTET ക്രാക്ക് ചെയ്യാം. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.